കൊല്ലത്ത് ഫ്ലക്സ് ബോർഡ് കിട്ടുന്നതിനെ ചൊല്ലി BJP CPIM സംഘർഷം. BJP പ്രവർത്തകന് വെട്ടേറ്റു. BJP പ്രവർത്തകനായ രതീഷിനാണ് വെട്ടേറ്റത്. ഇപ്പോൾ വിവരങ്ങളുമായി സലീം മാലിക് ചേരുന്നു. സലീം, എപ്പോഴായിരുന്നു സംഭവം? എന്തായിരുന്നു പ്രകോപനം? തെരഞ്ഞെടുപ്പ് അനുബന്ധിച്ചുള്ള രാഷ്ട്രീയ പോരിനിടയിലെ സംഘർഷമാണോ? സുഹൈൽ, ഇന്ന് രാത്രി 9:30 ഈ സംഘർഷമുണ്ടായത്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായാണ് ശാസ്താംകോണം വാർഡിൽ ഈ BJP പ്രവർത്തകർ ഫ്ലക്സ് കെട്ടുകയായിരുന്നു. അതിനിടയിലാണ് CPIM പ്രവർത്തകർ എത്തുകയും സംഘർഷമുണ്ടാക്കുകയും ചെയ്തത് എന്നുള്ളതാണ് BJPയുടെ ആരോപണം. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി സ്ഥാപിക്കുന്ന ഫ്ലക്സ് ബോർഡിനെ ചൊല്ലിയാണ്, ആ സ്ഥലത്തിനെ ചൊല്ലിയുള്ള തർക്കമാണ് സംഘർഷത്തിലേക്ക് എത്തിയത്. സംഘർഷമാണ് പിന്നീട് BJP പ്രവർത്തകനായ ശാസ്താംകോണം NDAയുടെ ബൂത്ത് ജനറൽ സെക്രട്ടറി കൂടിയായ രതീഷിന്റെ കൈക്ക് വെട്ടേറ്റ സാഹചര്യത്തിലേക്ക് എത്തിച്ചത്. ഒപ്പം തന്നെ BJP വെസ്റ്റ് ഏരിയ ജനറൽ സെക്രട്ടറിയായ മധുസൂദനൻ, ബൂത്ത് ജനറൽ സെക്രട്ടറിയായ കവിരാജ്, BJP പ്രവർത്തകൻ ഹരി തുടങ്ങിയവർക്കും പരുക്കേറ്റിട്ടുണ്ട്. ഈ NDA സ്ഥാനാർത്ഥിയുടെ ഫ്ലക്സ് വെക്കുന്നത് തടസ്സപ്പെടുത്തി എന്നാണ് BJPയുടെ ആരോപണം. അതേസമയം നേരത്തെ CPM സ്ഥാപിച്ചിരുന്ന ഫ്ലക്സ് ബോർഡിന്റെ സ്ഥലത്ത് തന്നെ BJP പ്രവർത്തകർ ഫ്ലക്സ് സ്ഥാപിക്കുകയും CPM പ്രവർത്തകർക്കാണ് പരിക്കേറ്റത് എന്നുള്ളതാണ് CPIMന്റെ ആരോപണം. എന്തായാലും നിലവിൽ താലൂക്ക് ആശുപത്രിയിലേക്കാണ് ഈ പരിക്കേറ്റവരെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അവിടെ ഇരു കൂട്ടരും സംഘടിച്ചെത്തിയെങ്കിലും പോലീസ് ഇടപെട്ട് ഒരു വലിയ സംഘർഷം ഒഴിവാക്കുകയായിരുന്നു. സുഹൈൽ, BJP പ്രവർത്തകനാണ് വെട്ടേറ്റത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സംഘർഷമായിരുന്നു. സലീം മാലിക്കാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.